നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശിങ്കിടികളെ മാത്രമേ നമ്മൾ ഒതുക്കിയുള്ളൂ. നേതാവ് ഇപ്പോഴും ഒരു പോറൽ പോലും പറ്റാതെ ഈ വീടിനകത്തുണ്ട്. അതിന് എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? അതിനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. സച്ചിയെ കാണാനില്ലെന്ന വാർത്ത കാട്ടുതീ പോലെ പടരുന്നതോടെ ഈ വിവാഹത്തിന്റെ കാര്യം തന്നെ അവള് മറന്നോളൂ. ആ ദേ വിളിച്ചല്ലോ, സ്നേഹമുള്ളവള് തന്നെയാ. ഹലോ. ആ ഹലോ സച്ചേട്ടാ, എവിടെയാ? ഞാൻ ഉടനെ എത്തും. സച്ചേട്ട് ഹലോ. അവൻ ഇതുവരെ വന്നില്ലേ മോളെ? ഞാൻ വിലക്കിയിട്ടും കേൾക്കാതെ അവൻ ഓഫീസിലേക്ക് പോയി. നേരത്തെ വരുമെന്ന് ഞാൻ കരുതി, അതുകൊണ്ടായില്ല. രാത്രി എപ്പോഴാണെന്ന് വെച്ചാ വന്നാ നീ അവനോട് പറയണം, എതിർപ്പൊക്കെ മാറ്റി നാളെ ഈ വിവാഹത്തിന് പങ്കെടുക്കണമെന്ന്. അവനെയും സന്ദീപിനെയൊക്കെ സ്നേഹ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഈ വീട്ടിലെ അവസാനത്തെ വിവാഹം ഇത്. എന്റെ മക്കളെല്ലാം അതിലുണ്ടാവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എനിക്ക്. അവനോട് പറഞ്ഞേക്കത്. മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ. സർ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ
എല്ലാം നടന്നു. അവനെ സാറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ഞാൻ വീഡിയോ കോൾ ചെയ്തത്. ധനുഷ്, എന്താ സ്നേഹം? എന്താ ഒരു വെപ്രാളം പോലെ? എന്ത് വെപ്രാളം? എനിക്കൊരു വെപ്രാളമില്ല. എന്താ സ്നേഹം? എന്തിനാ എന്റെ പുറകെ വന്നത്? അവിടെ എല്ലാരും ധനുഷിനെ അന്വേഷിക്കുന്നുണ്ട്. അകത്തേക്ക് വാ. ഞാൻ വന്നേക്കാം. താൻ അകത്തേക്ക് വെക്കോ. വേഗം വരണേ. എന്താണ് ഒറ്റയ്ക്കൊരു ആലോചന? നാളെ നടക്കാൻ പോകുന്ന നിന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ആലോചിച്ച് പുളകം കൊണ്ട് നിൽക്കുകയാണോ? അതിനേക്കാളൊക്കെ പുളക്കം കൊള്ളിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് നിൽക്കുവാൻ ഞാൻ. ബോധമില്ലാതെ നമ്മുടെ ആളുകളുടെ കയ്യിൽ സച്ചി സുരക്ഷിതനായിരിക്കുന്ന കാഴ്ച ഇപ്പോ ഫോണിൽ വീഡിയോ കോൾ വഴി കാണിച്ചു തന്നതേ ഉള്ളൂ ബിജു. ഇനി നാളെ ഈ വിവാഹം കഴിയുന്നതുവരെ അവൻ പുറംലോകം കാണില്ല. നീ എനിക്ക് തന്ന വാക്ക് പോലെ ഈ വിവാഹം എതിർക്കാൻ പോകുന്ന എല്ലാവരെയും പല പല സ്ഥലത്തായി നീ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ സ്വസ്ഥമായിട്ട് എനിക്ക് സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടാം. പക്ഷേ ശിങ്കിടികളെ മാത്രമേ നമ്മൾ ഒതുക്കിയിട്ടുള്ളൂ. നേതാവ് ഇപ്പോഴും ഒരു പോറൽ പോലും പറ്റാതെ ഈ വീടിനകത്തുണ്ട്. അതിന് എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? അതിനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. സച്ചിയെ കാണാനില്ലെന്ന വാർത്ത കാട്ടുതീ പോലെ പടരുന്നതോടെ ഈ വിവാഹത്തിന്റെ കാര്യം തന്നെ അവൾ മറന്നോളൂ. കൂടപ്പിറപ്പായ അനൂപിന്റെ അപകടവും ആതിരയുടെ സർജറിയൊക്കെയായി പകുതി മരിച്ച അവസ്ഥയിലുള്ള അർച്ചനെ സച്ചിയുടെ മിസ്സിങ്ങിലൂടെ മുഴുവനായിട്ട് കൊല്ലാൻ പോവാ നമ്മള്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. മകനെ കാണാനില്ല എന്ന സെന്റിമെന്റ്സിൽ സേതുമാധവനും അനിയനോടുള്ള സെന്റിമെന്റ്സിൽ നന്ദനും ഈ വിവാഹം തൽക്കാലം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്താം. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ മാത്രം മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.